ഗുരുസ്വാമി, ഹര ഹരോ ഹര ഹര. ഗുരുസ്വാമി, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹര ഹര, ഹരഹരോ ഹരഹര. ഓ ഹര ഹര. സാറ് മൊത്തത്തില് സ്വാമിയായി അല്ലേ? പിന്നല്ലാതെ. മാറ്റിയെടുക്കാൻ തന്റെ പെങ്ങൾ സ്വാമി ഇരിക്കല്ലേ. ഒക്കെ ഒന്ന് മാറട്ടെ സാറേ, നമുക്ക് സന്തോഷമായിട്ട് പോയിട്ട് വരാം. നന്ദിനി, നന്ദിനി. ആ നന്ദിനി, ഫുഡ് എടുത്തു വെച്ചില്ലേ? ആ, എടുത്തു വെച്ചു സർ. എന്നിട്ട് എവിടെ? മേശപ്പുറത്തൊന്നും കാണുന്നില്ല. ചിട്ടയൊക്കെ കൃത്യമായിട്ട് പാലിച്ചോളാന്ന് സാറ് പറഞ്ഞതുകൊണ്ട് ഭക്ഷണം മേശപ്പുറത്തില്ല, നിലത്താ. നിലത്തോ? സാർ ദേ ഗുരുസ്വാമിയോട് ചോദിച്ചു നോക്ക്. മാല ഇട്ട് കഴിഞ്ഞാൽ സ്വാമിമാര് തറയിലിരുന്നാ ഭക്ഷണം കഴിക്കുക, അല്ലേ ഗുരുസ്വാമി? ആചാരങ്ങളൊക്കെ അങ്ങനെയാണ്, പക്ഷെ ഇപ്പൊ ആരും അതൊന്നും നോക്കാറില്ല. സ്വാമി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചോ? അല്ല, ആചാരങ്ങള് പാലിക്കണമെങ്കിൽ മതി, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കാം. എന്നാലേ ആചാരം പാലിച്ചിട്ടേ ഉള്ളൂ. തറയിലെങ്കിൽ തറയില്. വാ സ്വാമി. ശരി സ്വാമി. രാജസ്വാമി ഇരിക്കെ. അയ്യോ മോളെ, ഞാൻ കുറച്ചു കഴിഞ്ഞ് കഴിക്കാം. സ്വാമിയുടെ കൂടെ ഇരുന്ന് കഴിച്ച ചിലപ്പോ പത്മാ മേഡത്തിന് പിടിച്ചെന്ന് വരില്ല. ഏയ്, അമ്മയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. ഉറപ്പായിട്ട് തോന്നുന്നു സ്വാമി, പത്മാ മേഡത്തിന് ദേഷ്യം വരും. എന്നാ പിന്നെ സ്വാമി ഇരുന്നേ പറ്റൂ. ഇരിക്കു ഗുരുസ്വാമി. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വരുന്നെന്ന് പറഞ്ഞാ അതൊരു നല്ല കാര്യമല്ലേ? സ്വാമിയാണ്, ഇപ്പോഴെങ്കിലും നല്ല വിചാരങ്ങൾ മാത്രമേ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. കഴിക്കാൻ നോക്ക്. രാജേട്ടൻ ഇരിക്കും. ശരി മോളെ, ഇരിക്കേ. മതി മതി മതി. എന്താ ചൂടാ? നല്ല ചൂട്. ഹരഹരോ ഹരഹര, ഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരോ ഹരഹര, ഹരഹരോ ഹരഹര. ഞങ്ങൾക്ക് കഴിക്കാൻ ഫുഡ് എവിടെ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ എടുത്തു വെക്കാം മാഡം. സ്വാമിമാര് കഴിച്ചു കഴിയട്ടെ എന്ന് കരുതിയിട്ടാ. എന്നാ പെട്ടെന്ന് എടുത്ത് വെക്കാൻ നോക്ക്, വിശന്നിട്ട് വയ്യ. രാജസ്വാമി, എന്ത് സ്വാമി? ഈ സ്വാമിമാര് ഭക്ഷണം കഴിക്കുമ്പോ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് സ്വാമിമാരുടെ കൂടെ തന്നെ ഇരിക്കണ്ടേ? അല്ല, സാധാരണ സ്വാമിമാര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണല്ലോ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുക. ആചാരമനുസരിച്ച് അത് ശരിയാണോ അല്ലയോ? അല്ലയോ? പറ ഗുരുസ്വാമി, ഇതൊന്നും മിണ്ടാത്തെ. അത് ആചാരം അങ്ങനെയാ സ്വാമി. നന്ദിനി, തനിക്കറിയാവുന്ന ആചാരം എങ്ങനെയാ? സാർ, അത് ഭക്ഷണം ആയിക്കഴിഞ്ഞാൽ ആദ്യം സ്വാമിമാർക്ക് വിളമ്പണം, അവരത് കഴിക്കണം. അതിനുശേഷമേ മറ്റുള്ളവർ കഴിക്കാൻ പാടുള്ളൂ എന്നാ. പക്ഷെ അത് കാര്യമാക്കണ്ട സാർ. അതൊന്നും കാര്യമാക്കാതെ പറ്റില്ല. ഞാൻ മുരുകമ്മലേക്ക് പോകുന്ന എനിക്ക് വേണ്ടി മാത്രമാണോ? ഇവിടെയുള്ള മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയല്ലേ? അല്ലേ? അതെന്താ നന്ദിനി കാര്യമാക്കാത്തെ? ഞാൻ ആ ആചാരം തെറ്റിച്ചിട്ട് ഇവർക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാ
അതിന്റെ വിഷമം എനിക്കല്ലേ? അല്ലേ? അല്ലേ? അതെ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങോട്ടിരിക്കും, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം. എവിടെ? ഈ തറയിലിരിക്കാനോ? അല്ല, തറയാവാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ തറയിലിരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? എനിക്ക് തറയിലിരിക്കാൻ പറ്റില്ല. ഞങ്ങളെന്താ കാടന്മാരാണോ? അയ്യോ, ഞാൻ കാടനായിട്ടാണോ നിലത്തിരിക്കുന്നേ? ഇങ്ങനെയൊന്നും പറഞ്ഞ് അപമാനിക്കല്ലേ ചേച്ചി. ഞങ്ങള് സ്വാമിമാരല്ലേ? ഇത് നോക്കിയേ മാല. ഞങ്ങൾ ഇവിടെ ഡൈനിങ് ടേബിളിലിരുന്ന് കഴിക്കുന്നോണ്ട് എന്താ കുഴപ്പം? ഓ, ഒരു കുഴപ്പമില്ല. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കണമെങ്കിൽ ഞങ്ങൾ കഴിച്ച് എഴുന്നേക്കുന്ന വരെ നിങ്ങൾ കാത്തിരിക്കണം. അതല്ലെങ്കിൽ കൂടി ഇരുന്ന് കഴിക്കാം. അതേ നടക്കും. അത് വേണ്ട സർ, അവരവിടെ ഇരുന്ന് കഴിച്ചോട്ടെ. അത് ഞാൻ സമ്മതിക്കില്ല. ആചാരം ആചാരമായിട്ട് തന്നെ നടക്കണം. പണ്ടൊക്കെ ആയിരുന്നെങ്കിലേ ഒരാള് ശബരിമലയ്ക്കോ അല്ലെങ്കിൽ മുരുകസ്വാമി അമ്പലത്തിലേക്കോ പോകുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെ വ്രതം എടുക്കുമായിരുന്നു. അങ്ങനെയല്ലേ? അതെ സാർ. ആഹാ, പറഞ്ഞിട്ട് എന്താ കാര്യം? കലികാലം അതുകൊണ്ടാ ഇങ്ങനെ മാറി മാറി വരണതേ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഓടെ ഇരിക്കുന്നുണ്ടോ അതോ കാത്തു നിൽക്കണോ? ഞങ്ങൾക്കേ ഭക്ഷണം വേണ്ട. അയ്യോ മാഡം, അങ്ങനെ പറയല്ലേ. പിന്നെ എങ്ങനെയാടി പറയണ്ടേ? ഇവിടെ നടക്കുന്നതൊക്കെ നിന്റെ തീരുമാനമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദേ, ഞങ്ങളെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അയ്യോ, കഷ്ടായല്ലോ സർ. അവര് കഴിക്കാതെ കിടന്നാ. എടോ, അതിനെക്കുറിച്ച് ഓർത്ത് താൻ പേടിക്കൊന്നും വേണ്ട. അവരെന്നും കഴിക്കാതെ കിടക്കൊന്നുമില്ല. അതിനുള്ള കപ്പാസിറ്റി ഒന്നും എന്റെ പെങ്ങന്മാർക്കില്ല.